ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ആദർശ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നാലും നാഗേന്ദ്രയുടെയും ജലജയുടെയും കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആദർശിന്റെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്താന്ന് വെച്ചാൽ ജോലിയറിൽ സംഭവിച്ച ആ ഒരു ചതിവിന്റെ പേരിൽ മാത്രം മുത്തശ്ശൻ നാഗേന്ദ്രയെ പുറത്താക്കില്ലെന്നും, അങ്ങനെയാണെങ്കിൽ ജലജ അപ്പച്ചയും അബിയും തറവാട്ടിലും ജോലിയറിലും ഒക്കെ പല തിരുമറികൾ നടത്തിയപ്പോൾ പോലും അതൊക്കെ ക്ഷമിച്ച് മുത്തശ്ശൻ അവരെ തറവാട്ടിൽ നിലനിർത്തി പോരുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ നാഗേന്ദ്രയെ മാത്രം എന്തിനാണ് തറവാട്ടിൽ തന്നെ അടിച്ചിറക്കിയെന്നുള്ള കാര്യത്തിൽ ആദർശിന് ഇപ്പോഴും നല്ല സംശയമുണ്ട്. അതിൻ്റെ ഉത്തരം മുത്തശ്ശനും മുത്തശ്ശിക്കും ജലജയ്ക്കും ഒക്കെ അറിയാമെങ്കിലും അവരാരും ആദർശനോട് അത് പറയുന്നുമില്ല. ശങ്കരേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ജലജയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായിട്ട് ആദർശ് ജലജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ജലജ ആ സമയത്ത് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്ന വമ്പൻ ടിസ്റ്റുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലൊക്കെ കാണിക്കുന്നത്. ഇത്രയും കാലം ജലജ ചെയ്ത കൊടും ചതികളും പാപങ്ങളും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ഒടുവിൽ തിരിച്ചറിയുകയാണ്. യഥാർത്ഥത്തിൽ നാഗേന്ദ്രനെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ ആ മാലയുടെ കേസ് മാത്രമല്ല കാരണം, അതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തമായി നാഗേന്ദ്രന്റെ സ്വഭാവത്തെ പോലും മോശമായി ചിത്രീകരിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന കാരണങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ജലജ അന്ന് സ്വന്തം കള്ളത്തരങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി അനന്തപുരിയിൽ വെച്ച് ഉണ്ടാക്കിയ ആ ഒരു വലിയ കൊടും ചതിയുടെ കഥയറിഞ്ഞ് എല്ലാവരും അവസാനം തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുന്ന മുത്തശ്ശൻ തന്റെ തെറ്റ് തിരുത്തിക്കൊണ്ട് ജലജയെ തറവാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയും നാഗേന്ദ്രയോട് പൊറുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. അങ്ങനെ ജലജ ഇത്രയും നാളും അതീവ രഹസ്യമായി സൂക്ഷിച്ച ആ ഒരു രഹസ്യം അത് ആദർശ് അറിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാഗേന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും എല്ലാ കെണികൾ ഒരുക്കിയതും ജലജയാണെന്ന് ആദർശിന് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ്. എന്നാൽ ജലജയാകട്ടെ താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇപ്പോഴും അനന്തപുരിയിൽ സർവ്വസുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് തല്ലും അപമാനവും വാങ്ങി തറവാട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് നാഗേന്ദ്രൻ. നാഗേന്ദ്രന്റെ ഭാഗത്ത് ഈ പറയത്തക്ക കുറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നുള്ളത് മനസ്സിലാക്കുന്ന ആദർശിന് പിന്നീട് നാഗേന്ദ്രയോട് വലിയൊരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. മുത്തശ്ശൻ ഉൾപ്പെടെ ആ തറവാട്ടിലുള്ള എല്ലാവരും ജലജ പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിക്കുകയും നാഗേന്ദ്രയെ അപമാനിക്കുകയും അതുപോലെ ശാപവാക്കുകൾ പറഞ്ഞ് ദ്രോഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നാഗേന്ദ്രൻ എന്ന തറവാട്ടിൽ നിന്ന് കരഞ്ഞോണ്ടാണ് പടിയിറങ്ങുന്നതും. ജലജ കാണിച്ച ഈ ചതിയുടെ പേരിൽ അയാൾ ഒരുപാട് അനുഭവിക്കേണ്ടിയും വന്നു. ജ്വല്ലറിയിലെ പഴയ പണിക്കാരനായ ശങ്കരേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ആദർശിന്റെ മനസ്സിൽ വലിയ സംശയങ്ങൾ പുകയുന്നുണ്ടായിരുന്നു. അപ്പച്ചയും അഭിയും ചെയ്ത എത്രയോ വലിയ തെറ്റുകളൊക്കെ മുത്തശ്ശൻ പുറത്തുവെങ്കിലും എന്തുകൊണ്ടാണ് അന്ന് നാഗേന്ദ്രനോട് മാത്രം മുത്തശ്ശൻ ഒട്ടും ക്ഷമിക്കാതെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് എന്ന ചോദ്യം ആദർശിനെ അലട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശനോട് ചോദിച്ചും അതുപോലെ അച്ഛനോടും ഇളയച്ചനോടും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തും ആദർശ് ആ വലിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കുകയാണ്. അന്ന് വെറും ഒരു മാലമോഷണത്തിന്റെ പേരിൽ മാത്രമല്ല മുത്തശ്ശൻ നാഗേന്ദ്രയെ അടിച്ചിറക്കിയത്, മറിച്ച് ജലജ അന്ന് മുത്തശ്ശന് മുമ്പിൽ വെച്ചുണ്ടാക്കിയ വൻ കള്ളക്കഥകൾ കൊണ്ടായിരുന്നു. അന്ന് ജലജയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് നാഗേന്ദ്രൻ ആ കുറ്റങ്ങളെല്ലാം സ്വന്തം തലയിൽ ഏറ്റെടുത്തത്. എന്നാൽ ആ ദേഷ്യത്തിനിടയിൽ മുത്തശ്ശനാകട്ടെ നാഗേന്ദ്രന് പറയാനുള്ള കാര്യങ്ങൾ ഒന്നും കേൾക്കാൻ പോലും കൂട്ടാകില്ല. ഒടുവിൽ മനസ്സ് തകർന്ന് കണ്ണീരോടെയാണ് നാഗേന്ദ്രൻ ആ വീടിന്റെ പടിയിറങ്ങിയത്. ആരും തന്റെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ നാഗേന്ദ്രൻ എന്ന സത്യങ്ങൾ ഒന്നും തന്നെ വെളിപ്പെടുത്താനും കഴിഞ്ഞില്ല. കൂടാതെ തന്നെ ചതിച്ച ഭാര്യ ജലജയോടും അനന്തപുരി തറവാടിനോടും വലിയൊരു ശത്രുതയും പകയും അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി തുടങ്ങുകയാണ്. ഒരു നല്ല മനുഷ്യനായ നാഗേന്ദ്രയെ ഇത്രയും വലിയ ശത്രുവാക്കി മാറ്റിയത് ജലജയുടെ സ്വാർത്ഥത മാത്രമാണ്. അങ്ങനെ എല്ലാ തരത്തിലും തോറ്റുപോയ അവസ്ഥയിൽ ഒന്നുമില്ലാത്തവരായി നാഗേന്ദ്ര ദുബായിലേക്ക് കടക്കുകയും അവിടെ ഒരു ജ്വല്ലറിയിൽ സെയിൽസ്മാനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. തന്റെ സത്യസന്ധതയും സ്വർണ്ണ ബിസിനസ്സിലുള്ള പരിചയ സമ്പത്തും കൊണ്ട് ജ്വല്ലറി ഉടമയുടെ വിശ്വസ്തനായ കൂട്ടുകാരനായി അയാൾ മാറുകയും, പക്ഷേ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് താൻ നേരിടേണ്ടി വന്ന അപമാനങ്ങളും നാണക്കേടുകളുമെല്ലാം അയാളുടെ മനസ്സിൽ നീറിപ്പുകഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ചതിയുടെയും വെട്ടിപ്പിന്റെയും അതേ മാർഗത്തിലൂടെ പടിപടിയായി ഉയർന്ന നാഗേന്ദ്രൻ ചുരുങ്ങിയ കാലം കൊണ്ട് സ്വന്തമായ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. താൻ നേരിട്ട വേദനകൾക്കും അപമാനങ്ങൾക്കും അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കണമെന്നുള്ള ഒരു വാശി മാത്രമാണ് ഇപ്പൊ നാഗേന്ദ്രയുടെ മനസ്സിലുള്ളത്. എന്നാൽ അനന്തപുരിയിൽ മൂർത്തി മുത്തശ്ശനോടുള്ളതിനേക്കാൾ പകയും വെറുപ്പുള്ളത് സ്വന്തം ഭാര്യയായ ജലജയോട് തന്നെയാണ്. തന്നെ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്ത മുത്തശ്ശനെയും തന്നെ ചതിച്ച ജലജയും അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടാൻ നാഗേന്ദ്രൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും താൻ ഈ സത്യങ്ങളെല്ലാം മുത്തശ്ശനെ ഒരു ദിവസം ബോധ്യപ്പെടുത്തുമെന്നും അന്ന് ആ മാലയുടെ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജലജയുടെ മുഖംമൂടി അഴിക്കണമെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും യഥാർത്ഥ കാരണമായ ജലജ അപ്പച്ചിയെ
തറവാട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ ആദർശ് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ താൻ കണ്ടെത്തിയ ഈ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ തറവാട്ടിൽ എല്ലാവരോടും പറയുന്നതിന് മുമ്പായി തന്നെ ആദർശ് നേരെ ജലജയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ജലജയെ തനിച്ചു കിട്ടുന്ന സമയത്ത് ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞ് ആദർശ് ജലജയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അന്ന് നാഗേന്ദ്രനെ ചതിക്കാൻ വേണ്ടി അപ്പച്ചി ചെയ്ത എല്ലാ കുരുട്ടുബുദ്ധികളും തനിക്ക് മനസ്സിലായെന്നും ആദർശ് മുഖത്ത് നോക്കി തന്നെ പറയുന്നുമുണ്ട്. ശങ്കരേട്ടൻ വഴിയാണ് താൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതെന്നും ഒറിജിനൽ നെക്ലേസ് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ചത് അപ്പച്ചി ഒരാളാണെന്നും നാഗേന്ദ്രൻ ഇതിന് പിന്നിൽ ഒരു പങ്കില്ലെന്നും ആദർശ് തുറന്നു പറയുന്നുണ്ട്. പെട്ടെന്ന് ജലജയാണെങ്കിലും ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും എന്തു പറയണമെന്നറിയാതെ ആകെ ഭയന്ന് വിറയ്ക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജലജയുടെ എല്ലാ തന്ത്രങ്ങളും പൊളിച്ചടക്കിക്കൊണ്ട് തന്നെ ആദർശ് തെളിവ് സഹിതം അവരുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരു രക്ഷപ്പെടൽ അപ്പച്ചിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരുടെ മുമ്പിൽ ഞാൻ വ്യക്തമാക്കുമെന്നും ആദർശ് ജലജയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി എല്ലാ കുറ്റങ്ങളും സ്വന്തം തലയിൽ ഏറ്റെടുത്ത നാണം കെട്ട് പടിയിറങ്ങിയ നാഗേന്ദ്രൻ അങ്കിളിന്റെ അവസ്ഥ ഓർത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു കുറ്റബോധവും തോന്നില്ലേ എന്ന് ആദർശ ദേഷ്യത്തോടെ തന്നെ ജലജയോട് ചോദിക്കുന്നുണ്ട്. തറവാട്ടിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന അപ്പച്ചിക്ക് അന്ന് ആ പാവം മനുഷ്യൻ അനുഭവിച്ച വേദനകളും നാണക്കേടുകളും ഒന്നും അപ്പച്ചിക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് ജലജയെ ചോദ്യത്തിന് മുൾമുനയിൽ നിർത്തുകയാണ് ആദർശ്. എന്നാൽ ആദർശ് ചോദിച്ച ഓരോ ചോദ്യങ്ങളും ജലജയുടെ നെഞ്ചിൽ തീ കോരിയിട്ട പോലെയായിരുന്നു. ആദർശ് പറയുന്നുണ്ട്, ഇത്രയും വലിയ ചതി ചെയ്തിട്ടും താനൊന്നും അറിഞ്ഞിട്ടില്ല, താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടില് അപ്പച്ചിക്ക് ഇവിടെ ജീവിച്ചു പോകാമെന്ന് അപ്പച്ചി വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനി അധികം ആയുസ് ഉണ്ടാവണമെന്നുമില്ല. മുത്തശ്ശൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം അപ്പച്ചിനെ ആയിരിക്കും ആദ്യം ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നത് എന്നും കൂടി നമ്മുടെ ജലജയോട് പറയുകയാണ് ആദർശ്. അതും കൂടെ കേൾക്കുമ്പോഴേക്കും ജലജ ആകെ വിയർത്തു പോകുന്നുണ്ട്. അന്ന് അപ്പച്ചിയുടെ കള്ളക്കണ്ണീരിൽ വീഴുന്നതുകൊണ്ടാണ് നാഗേന്ദ്രനെങ്കിൽ മുത്തശ്ശന്റെ മുമ്പിൽ സ്വയം കുറ്റം ഏറ്റെടുത്തതും എല്ലാവരുടെയും കയ്യിൽ നിന്നും തല്ലായിരുന്നു വാങ്ങിയതും. പാവം ഒരു നല്ല മനുഷ്യന്റെ ജീവിതം കൂടിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. അന്ന് മുത്തശ്ശനും അച്ഛനും ഇളയച്ചനും കൂടി അയാളെ മാനസികമായി ഉപദ്രവിച്ച് അയാളെ തല്ലിപ്പരിക്കേൽപ്പിച്ച് ജ്വല്ലറിയിൽ നിന്നും തറവാട്ടി നോക്കി അടിച്ച് പുറത്താക്കിയപ്പോൾ പോലും അപ്പച്ചി അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അല്ലേ എന്നിങ്ങനെ ആദർശ് കുറ്റപ്പെടുത്തി ചോദിക്കുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ ഒരു സത്യം കൂടി ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശൻ ഇപ്പൊ അറിയുന്ന നിമിഷം എങ്ങനെയായിരിക്കും മുത്തശ്ശൻ ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നെന്നുള്ളത് അപ്പച്ചിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആദർശ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ശ്വാസം മുട്ടുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ് ജലജയ്ക്ക്. ആദർശ് ഇപ്പോൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി ഇവൻ അച്ഛൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നൊക്കെ ഓർത്ത് ജലജ ആകെ ശ്വാസം മുട്ടി തന്നെ നിൽക്കുകയാണ്. എന്നാൽ ജലജയ്ക്ക് ആശ്വാസമായിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ ഞാൻ ഈ സത്യങ്ങളൊന്നും ഇവിടെ ആരോടും പറയാൻ നിൽക്കുന്നില്ല. അപ്പച്ചിയുടെയും മുഖം മൂടി അധിക കാലമൊന്നും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വരത്തില്ല. എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അതും കൂടി എനിക്ക് വ്യക്തമായി കഴിഞ്ഞാൽ അപ്പച്ചിയുടെ മുഖംമൂടി ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വലിച്ചു കയറാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. അന്ന് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഇളയച്ചൻ്റെയും കയ്യിൽ നിന്നൊക്കെ തല്ല് മേടിച്ച് തറവാട്ടിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് അപ്പച്ചിയായിരിക്കും എന്നൊരു മുന്നറിയിപ്പും കൂടി ആദർശ് ജലജയ്ക്ക് നൽകുന്നുമുണ്ട്. അങ്ങനെ ആദർശ് സത്യത്തിനരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാഗേന്ദ്രൻ തന്നോട് ജലജ ചെയ്ത ചതിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുമെന്നുള്ളൊരു ഉറച്ച വൈരാഗ്യത്തിൽ തന്നെയാണ് നാഗേന്ദ്രനും ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. താൻ അനുഭവിച്ച ഓരോ വേദനയ്ക്കും അപമാനത്തിനും അക്കമിട്ട് പകരം ചോദിക്കാൻ ഇത്രയും കാലം ഒരു അനാഥയെ പോലെ അലഞ്ഞ തന്റെ കണ്ണീരിന്റെ വില അവരെ ബോധ്യപ്പെടുത്താനും അയാൾ സന്ദർഭങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ മക്കളെപ്പോലും ഒരു നോക്ക് കാണാൻ അനുവദിക്കാതെ അവരെ ഉപേക്ഷിച്ചു പോയ ഒരു ക്രൂരനായ പിതാവാണ് താനെന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ച ജലജയോട് അയാൾക്ക് അടങ്ങാത്ത പകയാണ് ഉണ്ടായിരുന്നത്. മക്കളെ ചതിച്ചതും വഴിയിൽ ഉപേക്ഷിച്ചതും അവരെ കാണാൻ കൂട്ടാക്കുന്നതും ഒക്കെ താനല്ലെന്നുള്ളത് മക്കളെ ബോധ്യപ്പെടുത്തി ജലജയുടെ കൈകളിൽ നിന്നും അവരെ തിരിച്ചു പിടിക്കുക എന്നതാണ് നാഗേന്ദ്രയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെയാണ് തന്റെ മകൾ അവന്തിക ഉപരിപഠനത്തിനായി അയർലൻഡിലേക്ക് പോയ സമയം നാഗേന്ദ്രൻ അറിയുന്നതും അവളുമായി രഹസ്യമായി ബന്ധം സ്ഥാപിക്കുന്നതും. ജലജയുടെ ക്രൂരതകളും കള്ളത്തരങ്ങളും ഒക്കെ അവന്തികയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളെ തന്റെ ഭാഗത്തേക്ക് കൂട്ടി. അങ്ങനെ അനന്തപുരിയുടെ തകർച്ചയ്ക്കുള്ള ആദ്യത്തെ കരുവായി നാഗേന്ദ്രൻ മാറ്റിയത് സ്വന്തം മകളെ തന്നെയായിരുന്നു. പിന്നീട് നാട്ടിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച AN ജ്വല്ലറിയുടെ മാനേജറാക്കിക്കൊണ്ട് തന്റെ മകനെ നാഗേന്ദ്രൻ അതിലൂടെ തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ ചുവട് പിഴയ്ക്കാതെ അയാളുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു തിരിച്ചടി അയാൾക്ക് നേരിടേണ്ടി വന്നതും. ഏതായാലും ജ്വല്ലറിയിലെ പഴയ സ്വർണ്ണപ്പണിക്കാരനായ ശങ്കരേട്ടനിൽ നിന്നും നാഗേന്ദ്രന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ആദർശ് ആദ്യമൊക്കെ അത് മനസ്സിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ബാക്കി വിവരങ്ങൾ കൂടി കൃത്യമായി അറിഞ്ഞതിനു ശേഷം മാത്രം തറവാട്ടിലുള്ളവരെ ഇത് അറിയിച്ചാൽ മതിയെന്നാണ് ആദർശ് കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അത് മാത്രമല്ല, ജ്വല്ലറിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല മുത്തശ്ശൻ നാഗേന്ദ്രയെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് ആദർശ് ഈ കാര്യങ്ങളെല്ലാം സ്വന്തം ഭാര്യയായ നയനയോട് ഡിസ്കസ് ചെയ്യുന്നതും. ജലജ നാഗേന്ദ്രയോട് കാണിച്ച ചതിയെക്കുറിച്ചും അതുപോലെ മുത്തശ്ശനും അച്ഛനും ഇളയച്ചനും കൂടി കാര്യങ്ങളൊന്നും കേൾക്കാതെ
അയാളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യങ്ങളും എല്ലാം തന്നെ ആദർശ് നയനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാവാതെ നയനയും ആകെ ഷോക്കായി നിൽക്കുകയാണ്. ജലജയപ്പച്ചിയുടെ മനസ്സ് ഇത്രയും ക്രൂര മനസ്സായിരുന്നോ? അവരിത്രയും വലിയൊരു ചതി ചെയ്യുന്നോ? എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ആദർശേട്ടാ, അവിക്ക് കിട്ടിയ സ്വഭാവം അവന്റെ അമ്മയുടെ തന്നെയാണ്, അല്ലാതെ നാഗേന്ദ്രയുടെ അല്ല. നാഗേന്ദ്രൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇതുപോലൊരു ചതിയിൽ പെട്ടുപോയത്. എന്തായാലും ഇതുപോലൊരു ചതി ചെയ്ത സ്ത്രീയെ വെറുതെ വിടാൻ പാടില്ല ആദർശേട്ടാ. അവരെ നമുക്ക് കൊടുക്കണം, അവരുടെ മുഖംമൂടി അഴിക്കണം. ഇതുപോലെ മനസ്സിനുള്ളിൽ വിഷം കുത്തി നിറച്ച് നടക്കുന്ന ആളെ ഈ തറവാട്ടിൽ നിർത്തേണ്ട കാര്യം പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തൽക്കാലം ഈ സത്യങ്ങളൊന്നും ഇപ്പൊ ആരോടും വെളിപ്പെടുത്താൻ നിൽക്കണ്ട. എന്തായാലും ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല മുത്തശ്ശനും അച്ഛനും ഇളയച്ചനും ഒക്കെ അയാളെ ഇവിടുന്ന് പുറത്താക്കിയത്. നമ്മളറിയാത്ത മറ്റെന്തോ രഹസ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതും കൂടി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ജലജയപ്പച്ചിയുടെ മുഖംമൂടി അഴിച്ചാൽ മതി എന്നൊക്കെ ആദർശ് നയനോട് പറയുകയാണ്. എന്തായാലും നാഗേന്ദ്രൻ അങ്കിളിനെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം മാത്രം നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ നീക്കാമെന്ന് ആദർശും നയനയും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ പിന്നീട് ഒരു ദിവസം ആദർശ് നാഗേന്ദ്രയെ കാണാനായിട്ട് അയാളുടെ ഓഫീസിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ളൊരു കൂടിക്കാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു ശാന്തതയോടെയും സ്നേഹത്തോടെയും സഹതാപത്തോടെയുമാണ് ആദർശ് അയാളുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നതും. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും തറവാട്ടിലെ മുത്തച്ഛനും അച്ഛനും ഇളയച്ചനും ഒക്കെ തെറ്റിദ്ധാരണയുടെ പേരിൽ അങ്കിളിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ താൻ ക്ഷമ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി അയാളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ആദർശ് അയാളോട് സംസാരിച്ചു തുടങ്ങിയത്. ആദർശിന്റെ ആ ഒരു സൗമ്യതയും സംസാരത്തിലുള്ള ആത്മാർത്ഥതയും മനസ്സിലാക്കിയ നാഗേന്ദ്രന് ആദർശിനോട് പിന്നെ ദേഷ്യം കാട്ടിയുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ ഞാനായിട്ട് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്തിയത്. അന്ന് അങ്കിളിന് എന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് അത് കേൾക്കാൻ പോലും തറവാട്ടിലുള്ള ആരും കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ അങ്കിളിന് നഷ്ടപ്പെട്ട 23 വർഷം തിരികെ തരാൻ ഞങ്ങൾക്കും ആവില്ല. എന്തായാലും അങ്കിളിനോട് എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുക. മുത്തച്ഛനോടും മുത്തശ്ശിയോടും അച്ഛനോടും അമ്മയോടും ഇളയച്ചനോടൊക്കെ അങ്കിള് മാപ്പാക്കണം. അപ്പച്ചിയുടെ ചതി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആദർശിന്റെ വാക്കുകൾ കേട്ട നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അനന്തപുരിയോട് ഇപ്പോഴും ദേഷ്യമുണ്ട് ആദർശ്. ഞാനെല്ലാം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് അനുയോജ്യമായ ഒരു സമയം വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ്. ആ വരവ് വേറെ ഒരു വരവായിരിക്കുകയല്ല, ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരിക്കുമെന്നും നാഗേന്ദ്രൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്റെ ജീവിതം തകർത്ത എന്റെ മക്കളിൽ നിന്ന് പോലും എന്നെ അകറ്റിയ ജലജയോട് ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും എന്ന് ആദർശിന്റെ മുമ്പിൽ വെച്ച് തന്നെ ദേഷ്യപ്പെട്ട് നാഗേന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്. നാഗേന്ദ്രയോട് ആദർശം പറയുന്നുണ്ട്, അതെ, ജലജപ്പച്ചിയാണ് എല്ലാത്തിനും കാരണം. സ്വന്തം തറവാട്ടിലുള്ളവരോട് പോലും ഒരു മനസ്സലിവോ കരുണയോ കാണിക്കാത്ത സ്വഭാവമാണ് അപ്പച്ചിയുടേത്. അപ്പച്ചി കാരണം അങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുകയാണ്. ഇതിന്റെ പേരിൽ നിരപരാധികളായ ആരെയും വേദനിപ്പിക്കരുത് എന്നൊരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ പിന്നില് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് വ്യക്തമാകാനുണ്ട്. അത് വ്യക്തമായതിനു ശേഷം അപ്പച്ചി ആ തറവാട്ടിൽ വേണോ വേണ്ടോ എന്നൊക്കെയുള്ളത് ഞങ്ങൾ തന്നെ തീരുമാനിക്കും. ഇതിന്റെ പിന്നിലെ രഹസ്യം അറിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു തന്നെ നാഗേന്ദ്രയുടെ യാത്ര പറഞ്ഞ് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. ആദ്യം കണ്ട സമയത്ത് തെറ്റിദ്ധാരണ മൂലം ആദർശ് നാഗേന്ദ്രയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഈ കൂടിക്കാഴ്ചയിൽ നേരെ മറിച്ച് ഭയങ്കര സൗമ്യതയോടെയും ആത്മാർത്ഥതയോടെയുമാണ് ആദർശ് അയാളോട് ഇടപഴകിയതും. തന്റെ പകയും ശത്രുതയും മുഴുവൻ ജലജയോടും മൂർത്തി മുത്തച്ഛനോടും ആണെന്നുള്ള കാര്യം നാഗേന്ദ്ര തുറന്നു പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ പിന്നിലെ മറ്റു രഹസ്യങ്ങൾ കൂടി കണ്ടെത്തണം എന്നുള്ളൊരു വാശിയിൽ തന്നെ ആദർശ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കുടുംബത്തിനകത്തെ അനിഷ്ട സംഭവങ്ങളെല്ലാം മാറി കുടുംബത്തിൽ വീണ്ടും ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് വലിയൊരു പൂജ തന്നെ തറവാട്ടിൽ നടത്തുകയാണ്. തറവാട്ടിലെ സകല ബന്ധുക്കളും നാട്ടുകാരും ഒത്തുകൂടിയ ജലജ ഏറ്റവും നന്നായി ഒരുങ്ങി സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഒരു വേദിയിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുകയാണ്. അന്ന് തറവാട്ടിലേക്ക് ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു ആഡംബര കാറിൽ നാഗേന്ദ്രൻ വന്നിറങ്ങുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചതിയൻ എന്ന മുദ്ര കുത്തി തറവാട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കപ്പെട്ട നാഗേന്ദ്രൻ അതീവ ഗാംഭീര്യത്തോടെ തന്നെ തറവാട്ടിലേക്ക് കയറി വരികയാണ്. നാഗേന്ദ്രയെ കണ്ടപാടെ ജലജ ആകെ ഷോക്കാകുകയും ജലജയുടെ കൈകൾ വിറയ്ക്കാനും തുടങ്ങി. ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള ഭാവത്തിൽ ജലജയാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നല്ല മാസായിട്ട് തന്നെ നാഗേന്ദ്രനകത്തേക്ക് കയറി വരികയാണ്. നാഗേന്ദ്രന്റെ വരവ് കണ്ട് ആ സമയം മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പണ്ടത്തെ സംഭവങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഓർത്തെടുത്ത് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ മുത്തശ്ശൻ നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നാഗേന്ദ്രൻ ജലജയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത്രയും നാളും ഒരു ചതിയന്റെ ഭാര്യ എന്ന ലേബലിൽ നീ ഇവിടെ സൂചിച്ച് ജീവിക്കുകയല്ലായിരുന്നോ ജലജെ? അന്ന് ആ നെക്ലേസ് മോഷ്ടിച്ച ലോക്കറിൽ കൊണ്ടുവച്ചത് നീ അല്ലേടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ആശ്ചര്യത്തോടെ തന്നെ ജലജയെ നോക്കുകയാണ്.
നാഗേന്ദ്രയുടെ സംസാരം കേട്ട് മുത്തശ്ശനുൾപ്പെടെ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു നിമിഷം ജലജ ഒന്ന് പതറിപ്പോയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അടവ് ജലജ അവിടെ പ്രയോഗിക്കുന്നുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇത് വെറും ഒരു നുണക്കഥ മാത്രമാണെന്നും ഇയാളാണ് അത് ചെയ്തതെന്നും തന്നെ ഇപ്പോൾ പ്രതിയാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ മുമ്പിൽ ജലജ പൊട്ടിക്കരഞ്ഞ് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ബാങ്ക് മാനേജറെയും അതുപോലെ പഴയ ജ്വല്ലറിയിലെ സ്വർണ്ണപ്പണിക്കാരനായ ശങ്കരേട്ടനെയും ഉൾപ്പെടെ ആദർശ് അങ്ങോട്ടേക്ക് തെളിവിനായി വിളിച്ചു വരുത്തുകയാണ്. അവർ കൊണ്ടുവന്ന പഴയ ബാങ്ക് രേഖകളും തെളിവുകളും മുത്തശ്ശന്റെ കൈകളിലേക്ക് ആദർശ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി ഒരു നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ജലജയ്ക്ക് ഒരു വഴി പോലും ഇല്ലായിരുന്നു. തന്റെ മകൾ അവന്തികയും അതുപോലെ അബിയും അച്ഛന്റെ ഭാഗത്തേക്ക് മാറി നിന്ന് അമ്മയുടെ കള്ളത്തരങ്ങളും ചതികളും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്നതോടെ ജലജ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. തന്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച തന്റെ മക്കൾ പോലും തന്നെ തള്ളി പറഞ്ഞതോടുകൂടി തറവാട്ടുകാരുടെ മുമ്പിൽ ശരിക്കും ഒറ്റപ്പെട്ടു പോവുകയാണ് കേട്ടോ ജലജ. ആ പൂജാമുറിയെ നിശബ്ദമാക്കിക്കൊണ്ട് തന്നെ ജലജയുടെ സകല ചതിയുടെ കഥകളും നാഗേന്ദ്രൻ എല്ലാവരുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. തന്നോട് ഇതുപോലൊരു ചതി ചെയ്ത് തന്റെ ജീവൻ തന്നെ നശിപ്പിച്ചത് എന്തിനാണെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ജലജയുടെ എല്ലാ രഹസ്യങ്ങളും നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അത് ജലജയ്ക്കും നാഗേന്ദ്രയ്ക്കും മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. എന്നെ ഒരു ചതിയനായി മുദ്രകുത്തി ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത് അതിവളുടെ രഹസ്യബന്ധത്തെ ഞാൻ ചോദ്യം ചെയ്തതിനാലാണെന്നും അത് മറ്റുള്ളവരാരും അറിയാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അവൾ എന്നെ ഇതുപോലെ ഒരു ചതിയിൽപ്പെടുത്തി ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും നാഗേന്ദ്രൻ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയുകയാണ്. ആബി ജനിച്ച സമയത്ത് തന്നെ ഇവൾക്ക് പഴയ ഇവളുടെ ഒരു ക്ലാസ്മേറ്റുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നുവെന്നും അയാളിൽ ജലജയ്ക്ക് ജനിച്ച കുഞ്ഞാണ് അവന്തിക എന്നും അയാൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നടിക്കുകയാണ്. ആ നടിക്കുന്ന സത്യം കൂടി കേട്ടതോടെ ഇത്രയും കാലം ജലജയെ അന്ധമായി വിശ്വസിച്ച മുത്തശ്ശനും മുത്തശ്ശിയും ആകെ തകർന്നു പോവുകയാണ് കേട്ടോ. നീ അവരുമായി ബന്ധം പുലർത്തുന്ന സമയത്താണല്ലോ ഗർഭിണിയായത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണോ അതോ നിന്റെ കാമുകനാണോ എന്ന് ഞാൻ അന്ന് തന്നെ ചോദിച്ചായിരുന്നു. ആ ഒരു കള്ളത്തരം കൂടി പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് സ്വർണത്തിന്റെ പേരും പറഞ്ഞ് എന്നെ ഒരു കുറ്റാരോപിതനാക്കി നീ അന്ന് നാടകം കളിച്ച് എന്നെ പുറത്താക്കിയത്. ഏതായാലും സത്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോഴേക്കും എല്ലാവർക്കും ജലജയോടുള്ള വെറുപ്പ് ഇരട്ടിക്കുകയാണ് ചെയ്തത്. അന്നും ഇന്നും അപ്പച്ചയുടെ മനസ്സിൽ ദുഷ്ടത മാത്രമാണുള്ളതെന്നും സ്വന്തം ഭർത്താവിനെ പോലും ചതിച്ച് പുറത്താക്കിയ ഈ സ്ത്രീയെ ആണല്ലോ നമ്മൾ ഇത്രയും കാലം പൂജിച്ച് തറവാട്ടിലിരുത്തിയെന്നും ആദർശ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. അബിയുടെ സ്വഭാവം ഇത്രയ്ക്ക് മോശമാകാൻ കാരണം ജലജയുടെ കൂടെ വളർന്നുകൊണ്ടാണെന്നും ചതിയും വഞ്ചനയും ഒക്കെ അവരുടെ രക്തത്തിലുള്ളതാണെന്നും ആദർശ തുറന്നടിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് മരവിച്ച് നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശ, നാഗേന്ദ്രൻ നമ്മൾ വിചാരിച്ച പോലെ അത്ര വലിയ ദുഷ്ടനൊന്നും അല്ല. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അപ്പച്ചി ചെയ്ത തെറ്റെല്ലാം അയാള് സ്വന്തം തെറ്റായി ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ അന്ന് അങ്കിളിനെ തറവാട്ടിൽ നടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് അങ്കിളിന് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേട്ടിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഈ സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുമായിരുന്നു. അപ്പച്ചി ചെയ്ത വലിയൊരു തെറ്റ് കാരണം സ്വന്തം മക്കളെ പോലും കാണാൻ കഴിയാതെ നീണ്ട 23 വർഷങ്ങളാണ് അയാൾക്ക് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ വേദന നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ് മുത്തശ്ശ. സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ജീവിച്ചു പോണ ഒരാളെ പെട്ടെന്നൊരു ദിവസം കുറ്റാരോപിതനാക്കി തറവാട്ടിൽ നടിച്ച് പുറത്താക്കിയതും നാണം കെടുത്തിയതും അപമാനിക്കപ്പെട്ടതും എല്ലാം അയാളുടെ മനസ്സിൽ അത് ഉണങ്ങാത്ത മുറിവായി കിടക്കുകയായിരുന്നു. അയാൾ അനുഭവിച്ച വേദനക്കുള്ള മരുന്ന് അത് അപ്പച്ചയുടെ നാശം തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആദർശ്. ഈ സത്യങ്ങളെല്ലാം കേൾക്കുമ്പോഴേക്കും തറവാട്ടിലുള്ള എല്ലാവർക്കും അത് ഭയങ്കര ഷോക്ക് തന്നെയാണ്. മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും നിശബ്ദമായി നിൽക്കുന്ന സമയത്ത് തന്നെ അജയനും ജയനും പറയുന്നുണ്ട്, അതേ അച്ഛാ, ജലജ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം തകർന്നാലും അവൾക്കതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും തന്നെ അവൾ നോക്കാറുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ സ്വന്തം ഭർത്താവിനോട് ഇത്രയും വലിയ ചതി ചെയ്യുവോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അജയനും ജയനും പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മുത്തശ്ശൻ ആകെ തകർന്നു പോയ അവസ്ഥയിലാണ്. അന്ന് നാഗേന്ദ്രൻ തന്നോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ കേൾക്കാതെ, സത്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതോർത്ത് മുത്തശ്ശന്റെ ഉള്ളിലും നല്ല വേദനയുണ്ടായിരുന്നു. എല്ലാവരും സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദേവയാനി ഇടപെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ അച്ഛാ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ചിലര് തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണല്ലോ. അവര് വിരിച്ച ചതിക്കുഴികളിലൊക്കെ സത്യവും ആത്മാർത്ഥതയും കൈകൊണ്ട് നടക്കുന്നവർ ചിലപ്പോൾ വീണു പോകാറുണ്ട്. അങ്ങനെ സംഭവിച്ചതാണ് ഇതും. ഈ കുടുംബത്തോടും നാഗേന്ദ്രൻ എന്ന മനുഷ്യനോടും ഇത്രയും വലിയൊരു കൊടും ചതി ചെയ്ത അവളെ ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയ ചെയ്യേണ്ടത്. അവൾക്ക് പകരം അയാളെ തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കുക ചെയ്യേണ്ടതെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. നമുക്ക് പറ്റിയ തെറ്റിന് ആ പാവം മനുഷ്യനോട് ക്ഷമ ചോദിച്ചാൽ മാത്രമേ അയാൾ അനുഭവിച്ച വേദനകൾക്കൊക്കെ ഒരു പരിഹാരമാകുള്ളൂ എന്നും കൂടി ദേവയാനി വ്യക്തമാക്കുകയാണ്. എല്ലാത്തിനും കാരണക്കാരിയായ ജലജയാണ് ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കേണ്ടത്. ഇത്രയും വലിയ ചതികൾ മനസ്സിൽ ഒളിപ്പിച്ച് ഒന്നും അറിയാത്തവളെ പോലെ ഇങ്ങനെ ചിരിച്ച് അഭിനയിക്കാൻ ഇവക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിൽ വിഷം കുത്തി നിറച്ചല്ലേ ഇവളൊക്കെ നടക്കുന്നത്. പിന്നെ എങ്ങനെ ഇവളൊക്കെ നന്നാകും?
അന്നാ നെക്ലേസ് ലോക്കറിൽ കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിട്ട് യാതൊരു കുറ്റവും ചെയ്യാത്ത സ്വന്തം ഭർത്താവിനെയല്ലേ ഇവള് കുറ്റക്കാരനാക്കിയത്, അതും എല്ലാവരുടെ മുമ്പില്. എല്ലാവരും ആ മനുഷ്യനെ മാറി മാറി തല്ലി അപമാനിച്ച് പരിഹസിച്ച് ഈ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടപ്പോൾ പോലും ഇവളുടെ മനസ്സിൽ അയാളോട് ഒരു ചെറിയ അലിവ് പോലും തോന്നിയില്ലല്ലോ. തന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ്, മക്കളുടെ അച്ഛനാണെന്നുള്ളൊരു ബോധം പോലും ഇവക്കുണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴും അവള് മനസ്സിൽ ചിന്തിക്കുന്നത് അവളുടെ കാര്യം മാത്രമാണ്, അവളുടെ സേഫ്റ്റി മാത്രമാണ് അവൾ നോക്കിയത്. അവൾക്ക് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ അച്ഛാ, അല്ലാതെ അവൾ പ്രസവിച്ച അവളുടെ മക്കളോട് പോലും അവൾക്ക് സ്നേഹം ഉണ്ടാവില്ല. സ്വത്തും പണവും മാത്രമാണ് അവളുടെ മനസ്സിൽ, അതിനോട് മാത്രമാണ് അവൾക്ക് ആർത്തിയുള്ളതും. ഇവളൊക്കെ ഒരു സ്ത്രീയാണോ, ഇവളൊക്കെ ഒരു അമ്മയാണോ എന്ന് വരെ ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജലജയുടെ മുഖംമൂടി വലിച്ചു കയറുന്ന സമയത്ത് മുത്തശ്ശനും ദേവയാനിയെ പിന്തുണച്ചെത്തുകയാണ്. ദേവയാനി പറഞ്ഞതൊക്കെ ശരിയാണ്. ജലജ അവൾക്ക് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ, സ്വന്തം മക്കളോട് പോലും അവൾ ആ സ്നേഹം കാണിക്കാറില്ല. അങ്ങനെ മുത്തശ്ശൻ ജലജയെ കുറെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു അനാഥയെ പോലെ തെരുവിൽ വളരേണ്ട നിന്നെ ഒരു രാജകുമാരിയെ പോലെ ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ നിന്നെ വളർത്തിയില്ലേടി, അതിനൊക്കെയുള്ള ഒരു പ്രത്യുപകാരമാ നീ ഇങ്ങനെ ഞങ്ങൾക്ക് തരുന്നത്. എന്തായാലും നിന്റെ ശരിക്കുമുള്ള സ്വഭാവം ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയുന്ന ഓരോ കാര്യങ്ങളും ജലജയുടെ മനസ്സിലേക്ക് തുളച്ചു കയറുന്നുണ്ട്. പണത്തിനോടും കാശിനോടുമുള്ള ആർത്തിയാണ് നിന്നെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നതെന്നും അവള് ജീവിച്ച അതേ രീതിയിൽ തന്നെയാണ് അവളുടെ മക്കളെയും അവൾ വളർത്തിയതെന്നും മുത്തശ്ശൻ കുറ്റപ്പെടുത്തുകയാണ്. അന്ന് നാഗേന്ദ്രൻ ഈ തറവാട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അഭിയും അവന്തികയും ഒരിക്കലും നിന്നെ പോലെ നിന്റെ സ്വഭാവം നിന്റെ ചതിയും വഞ്ചനയും കണ്ട് വളരില്ലായിരുന്നു എന്നും കൂടി മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇനി നിനക്ക് തറവാട്ടിൽ ഒരു സ്ഥാനമില്ലാന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ജലജ വിങ്ങി പൊട്ടുകയാണ് കേട്ടോ. തനിക്കൊരു തെറ്റുപറ്റി പോയതാണെന്നും ഇനി ഒരിക്കലും തന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും സംഭവിക്കാതെ നോക്കിക്കോളാമെന്നും ഒക്കെ പറഞ്ഞ് ജലജ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുത്തശ്ശൻ നാഗേന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട് കൈകൾ കൂപ്പുകയും അയാളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് പറ്റിപ്പോയത് വലിയൊരു തെറ്റിദ്ധാരണയാണെന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ്. തന്റെ മക്കൾ അമ്മയെ അറിയാതെ തന്നെ രഹസ്യമായി പിന്തുണച്ചതാണ് തന്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്നും അമ്മയുടെ സ്വഭാവം ഇപ്പോഴെങ്കിലും എന്റെ മക്കൾ തിരിച്ചറിഞ്ഞല്ലോ എന്നും നാഗേന്ദ്രൻ അഭിമാനത്തോടെ തന്നെ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ നാഗേന്ദ്ര ഒരു നിരപരാധിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ദേവയാനിയും ഉൾപ്പെടെ നാഗേന്ദ്രയുടെ കൈകൾ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇനി താൻ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും പഴയതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഇത്രയും വലിയൊരു കൊടും ചതി ചെയ്തവളെ ഈ തറവാട്ടിൽ ഇനി വാഴിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ജലജയെ അടിച്ചിറക്കാൻ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. ഈ തറവാട്ടിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്ക് കാരണം ഇവൾ ഒരുത്തിയാണ്, അതുകൊണ്ട് ഇനി ഇവളെ ഈ തറവാട്ടിൽ വാഴിക്കേണ്ട കാര്യമില്ല. അഭിയും അവന്തികയും തെറ്റായ വഴിക്ക് നയിച്ചതും അവരെ കൊണ്ട് ദ്രോഹങ്ങൾ ചെയ്യിച്ചതും ജലജയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. നിനക്ക് ഇവിടെ ഒരു കുറവുമില്ലായിരുന്നു ജലജെ. നിന്നെ നല്ല രീതിക്ക് നിന്നെ വളർത്തി, നിനക്ക് നല്ല വിദ്യാഭ്യാസം തന്ന്, നിനക്ക് നല്ല വസ്ത്രങ്ങൾ തന്ന്, ആഹാരങ്ങൾ തന്ന്, നിനക്ക് വേണ്ട എല്ലാം ചെയ്ത് അവസാനം നിന്നെ നല്ലൊരുത്തൻ്റെ കയ്യിലെ പിടിച്ചേൽപ്പിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും നിന്റെ മനസ്സിലെ ആർത്തി മാത്രം തീർന്നില്ലല്ലോടി എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് മുത്തശ്ശൻ. കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും പോരാഞ്ഞിട്ടാണ് ജലജ ഈ വൻ ചതിക്ക് മുതിർന്നത്. ഇനി നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനാവില്ലടി. ഇത്രയും വലിയൊരു ചതി ചെയ്താൽ നിനക്കിനി ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അത് നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ ശാപം കൂടിയാണ്. നിന്റെ ഭർത്താവും നിന്റെ മക്കളും എല്ലാം നിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞ് അവര് നിന്നെ കൈയൊഴിച്ചു കഴിഞ്ഞു. ഇനി നീ ഒറ്റയാണ്, ആരോരുമില്ലാതെ ഇനി നീ ഒറ്റയ്ക്ക് ജീവിക്കുക. അപ്പോഴേ നിനക്കതിൻ്റെ വേദന മനസ്സിലാകൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും കൂടി പറയുകയാണ്. അങ്ങനെ സർവ്വതും നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാകുമ്പോൾ ജലജ അലർക്കരഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന ജലജയെ വലിച്ചഴിച്ച് തറയിലിട്ട് ചവിട്ടി മെതിക്കുകയാണ് എല്ലാവരും കൂടെ. ജലജ പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റുപറ്റി പോയതാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. എന്നെ ഈ തറവാട്ടിൽ നിന്ന് ഇറക്കി വിടരുതേ. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു തെറ്റ് സംഭവിക്കില്ല. എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തല്ലേ, എന്നെ വീണ്ടും നിങ്ങൾ അനാഥയാക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ജലജ എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുകയാണ്. തനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണെന്നും ഇനി ഒരിക്കലും തൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും സംഭവിക്കില്ല എന്നും താൻ അടങ്ങി ഒതുങ്ങി തന്നെ ഇവിടെ ജീവിച്ചോളാന്നും ഒക്കെ പറഞ്ഞ് ജലജ എല്ലാവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും നോക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്